അട്ടപ്പാടിയിലെ കരുവാര ഊരിലാണ് വോട്ടർ സൈക്കിൾ ഡയറി ഇപ്പോഴുള്ളത്. നമുക്കിപ്പം ഈ ഊരിലെ ആളുകളുണ്ട്. അവർ എന്തായാലും തെരഞ്ഞെടുപ്പ് കാലം കൂടിയാണ്. എങ്ങനെയുണ്ട് ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണമൊക്കെ സജീവമായോ? ഇതുവരെയായിട്ട് നാളെ കഴിഞ്ഞിട്ട് അറിയാൻ പറ്റുള്ളൂ. തീരുമാനം ഇതുവരെ ഒന്നും ആയിട്ടില്ല. കഴിഞ്ഞൊരു 5 വർഷമല്ലേ നമ്മളെ പഞ്ചായത്തിലെ ആളുകളുടെ ഭരണം കൊണ്ട് എന്തെങ്കിലും മാറ്റം നമ്മുടെ ഈ ഊര് ഭാഗത്തൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഇതുവരെ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. ആകെ ഒരു 10 ലൈറ്റും ഒരു ചെറിയൊരു വരുമ്പോൾ ഒരു കോൺക്രീറ്റ് കണ്ടില്ലേ, അത് മാത്രമേ ആയിട്ടുള്ളൂ. ഒന്നും ആയിട്ടില്ല. വികസനമായിട്ട് നമ്മുടെ ഈ കരുവാരയിൽ വന്നിട്ട് ഇവിടെ ഒരു വികസനമായിട്ടൊന്നും 5 കൊല്ലം വലിച്ചിട്ടുണ്ടായിരുന്നു. 4 ലക്ഷം രൂപ നമുക്ക് പണി തീരാൻ പറ്റില്ല. ഏത് പണി തീരും? ആ വണ്ടി പൈസ തന്നെ സാറേ, നമ്മളതൊന്നും ചെയ്യാൻ പറ്റില്ല. ആ വണ്ടിക്ക് തന്നെ വരുന്ന പൈസ, ഒരു ലോഡ് കല്ല് വരേണ്ടതിൽ 12,000 രൂപ വേണം. വീട് പെൻഡിങ് ആണെങ്കിൽ ഈ 4 ലക്ഷം കൊണ്ട് വീട് പിന്നെ പണിക്കാർ കൊടുക്കണം. ഇനി വണ്ടി വരാൻ ലോഡിങ്ങിന് പൈസ കൊടുക്കണം. അതൊക്കെ ചെയ്യുമ്പോൾ ഈ 4 ലക്ഷം കൂടെ ഒന്നും നടക്കില്ല. അവിടെ നിന്ന് ഈ വണ്ടി ഇവിടെ എല്ലാം ചുമന്നും കയറ്റി വരണ്ട. ആ കട്ട കല്ലും സിമെൻറ്റും എല്ലാം ചുമന്ന് ഇങ്ങോട്ട് കയറ്റി വരണ്ട. ഇതിനൊക്കെ പിന്നെ ഈ 4 ലക്ഷം കൊണ്ട് പണി തീരുമെന്ന് പറഞ്ഞാൽ അത് നടക്കും. അതായത് ആദിവാസിയുടെ ഭൂമി ജപ്തി ചെയ്യാൻ ഭൂമിയില്ലല്ലോ. ജപ്തി ചെയ്യാൻ ഭൂമി ഇല്ലാത്തവന് ആര് ലോണ് കൊടുക്കുമെന്ന ചോദ്യമുണ്ട്. ഒരു ഉപകാരവും ഇല്ല. ഇപ്പോൾ വോട്ട് ആയതുകൊണ്ട് ആ റോഡ് കൂടി ഇപ്പോൾ കുറച്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ പണ്ടൊക്കെ ആദ്യമൊക്കെ ഇല്ല. കുറച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ്, വണ്ടിയൊക്കെ വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുറച്ചൊക്കെ പൈസ കൂട്ടിയിട്ട് ഇതിൻ്റെ പണി നീക്കാൻ ഇവിടെയുള്ള ആളുകൾക്ക് പ്രയാസമുണ്ട്. അപ്പോൾ ആ പ്രയാസം പരിഗണിച്ച് ഇവിടെയൊക്കെ വീട് നിർമ്മാണത്തിന് എന്താണോ ചെയ്യാൻ കഴിയുക അത് ചെയ്ത് കൂടുതൽ മെച്ചപ്പെട്ടൊരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കണം. നല്ലൊരു മെമ്പറാണെങ്കിലും ആരാണെങ്കിലും ഞങ്ങൾക്കത് കുറ്റമൊന്നുമല്ല. ഞങ്ങൾ ആ മെമ്പറിനെ നോക്കിയെടുക്കും. ആ മെമ്പർ ചെയ്യുന്നതിന് നമ്മൾ ഇനിയും അവരിഞ്ഞ് പ്രവർത്തി നമ്മളത് ചെയ്യും. മെമ്പറൊന്നും പറയാനില്ല. നമ്മൾ പ്രവർത്തനം ചെയ്യുവാണെങ്കിൽ നമ്മളും കൂടെ നിൽക്കുക, സപ്പോർട്ടായി നിൽക്കും. നമുക്ക് സഹായിച്ചാൽ നമ്മൾ സഹായിക്കണം. അല്ലാതെ ജയിച്ചൊന്നും പറഞ്ഞിട്ട് ഞാൻ വലിയ ആളായിട്ടൊന്നും കാര്യമില്ല. നമുക്ക് സപ്പോർട്ട് ചെയ്യണം, ഞങ്ങൾ നിൽക്കും. ജനങ്ങൾ കൂടെ നിൽക്കണം. അതാണ് നമ്മുടെ ഒരു മെമ്പറാണെങ്കിലും ഒരു സർക്കാരാണെങ്കിലും മന്ത്രിയാണെങ്കിലും അത് നമ്മളൊന്ന് കണ്ട് കാണാത്തവരെ നടക്കുകയാണെങ്കിൽ നമ്മൾ പിന്നെ വോട്ട് ചെയ്തിട്ട് കാര്യമില്ല. എന്തായാലും അദ്ദേഹം പറഞ്ഞ പോലെ വോട്ടിന് വേണ്ടി മാത്രമാവരുത്, ജനങ്ങളെ ചേർത്ത് പിടിക്കണം, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യണം. ഇനി വരുന്ന ഭരണസമിതികളൊക്കെ അങ്ങനെ പോവട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. വോട്ടർ സൈക്കിൾ ഡയറി അട്ടപ്പാടിയിൽ നിന്നും യാത്ര തുടരുകയാണ്.